ബിഫോർ ആഫ്റ്റർ വരും. ബൂനെ നേപ്പാളിലെത്തിയപ്പോൾ ഒന്ന് ക്ലീൻ ഷേവ് ചെയ്യാൻ ഒരു ആഗ്രഹം. ഇല്ല, ഞാൻ പറഞ്ഞിട്ടില്ല ഇതിനെ ക്ലീൻ ഷേവ് ചെയ്യാൻ. അപ്പം ക്ലീൻ ഷേവ് ചെയ്യാൻ പോവാണ്. ഓൾ ദ ബെസ്റ്റ്. ക്ലീൻ ഷേവ് ചെയ്യാൻ പോവാണ്. ചെയ്യാവുന്നല്ലേനുള്ളൂ. ട്രിമ്മർ ഉണ്ടെങ്കിൽ ഞാൻ ചെയ്തരേനെ. ഇപ്പോൾ ഒരു പണിയില്ലേ. എത്ര പെട്ടെന്ന് ആള് മാറിയത്. എന്താ മോനെ, ഇതെന്റെ കൂടെ വന്ന ആളല്ല, ആള് മാറി. ഇത് ഞാൻ കണ്ടന്റ് ആക്കും. കുറച്ച് മീശ വന്നിട്ടെ ഞാനൊരു മാസ്ക് വാങ്ങി തരട്ടെ നാളെ തൊട്ടിടെ. എന്തായാലും ഒരു മിനുക്ക് പണി ചെയ്യേണ്ടി വരും. ഇതെനിയും എടുക്കൂല. സേ ഹായ് ടു മൈ സബ്സ്ക്രൈബേഴ്സ്. സ്റ്റൈലെടുക്കലതെല്ലാം നോർമൽ ബാർബർ ഷോപ്പിലെ സാധനങ്ങൾ ബ്ലേഡ് വെച്ചിട്ട്, അല്ല ബാർബർ ഷോപ്പിലും ബ്ലേഡ് വെച്ചിട്ടാ. സ്പ്രേ, എന്താ സാനിറ്റൈസറോ അല്ല ജെല്ല്. പുതിയ കണ്ടന്റാണ് ഗൈസ്. ചെയ്യാം. തനി നാടൻ ബാർബർ ഷോപ്പല്ലേ. നോ പരിഷ്കാരം, തനി നാടൻ. നാച്ചുറൽസെല്ലാം ചെയ്യുന്നില്ല, നാച്ചുറൽ സാധ്യതയെല്ലാം ചെയ്യണ്ട. ഇതുവരെ കണ്ടിട്ടില്ല ബാർബർ ഷോപ്പ് കയറിയിട്ട് ഇങ്ങനെ ഷേവ് ചെയ്യുന്നൊന്നും. ദിസ് ഈസ് മൈ ഫസ്റ്റ് എക്സ്പീരിയൻസ്. ശാരദാംബരം ചാരചന്ദ്രിക. എൻ്റെ മാപ്പിള പുതിയ ആളാവാൻ പോവാ. കല്യാണം കഴിച്ചിട്ട് ഞാനിങ്ങനെ കണ്ടിട്ടില്ല. 200 minimum 25 star all. Yeah, you open your mobile Google Map and typing barber shop nearby. Okay. നമ്മളെ നാട്ടിലെത്ര ഷേവിങ്ങിന്? നാട്ടിൽ ബോഡീസിലൊക്കെ ആണെങ്കിൽ ഹെയർ കട്ടും ബിയർഡും കൂടി ഒരു 800 ഒക്കെ. നല്ല കോലുണ്ട് കേട്ടാ. പോയി താടിയും പോയി. ഞാൻ എങ്ങനെ പ്രോപ്പർട്ടിനെ തിരിച്ച് വീട്ടിൽ കൊണ്ടു. നേപ്പാളിലെല്ലാം ഇട്ടിട്ട് പോയാലോ? പോയാലും ഇങ്ങനെ ഉണ്ടാവാ വേണ്ടേ? കൊറിയൻ സ്റ്റൈലാക്കുന്ന, കുറച്ച് മുടിയും കൂടെ നീട്ടിക്കാം. ഷ്യാം ഷൂം ഷ്യാം കളിക്കാം. ഇല്ലല്ലോ, ഞാൻ ഷ്യാം ഷ്യാം അതൊന്നും കളിയാക്കിയിട്ട് ഒരു ഫുൾ ക്ലീൻ ഷേവ് ചെയ്ത് അതിന് ശേഷം ഒരു ഇത്രയും കാലം കഴിഞ്ഞിട്ട് ഇപ്പൊ ഒന്ന് ക്ലീൻ ഷേവ് ചെയ്താൽ ഫസ്റ്റ് കാണാം.